വീട്ടിലാണെങ്കിൽ അനിയും നന്ദുവും പ്രണയത്തിലാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്ന നവീനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ അനിയും നന്ദുവാണെങ്കിൽ അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ ഇരിക്കുകയാണെന്ന് കാണാം. പ്രധാന ചർച്ച ഈ വിവാഹ നിശ്ചയം എങ്ങനെ മുടക്കാമെന്നതിനെ കുറിച്ചാണ് എന്നും കാണാനായിട്ട് സാധിക്കും. എങ്ങനെയെങ്കിലും ഈ വിവാഹ നിശ്ചയം മുടക്കണമെന്ന് പറയുന്നുണ്ട് അനി. അപ്പോഴാണെങ്കിൽ നന്ദു പറയുന്നുണ്ട്, അതിന് നിന്നെ കൊണ്ട് കഴിയോടാ, എനിക്ക് നിന്നെ നഷ്ടാവോടാ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ നന്ദു, ഞാൻ ഒരിക്കലും വേറെ ആരെയും വിവാഹം കഴിക്കുകയൊന്നുമില്ല. നിന്നെയല്ലാതെ വേറൊരു പെൺകുട്ടിയെ ഇനി ഞാൻ താലി കെട്ടുക പോലുമില്ല എന്ന് പറയുന്നു. എന്തായാലും ഞാനിത് തീർച്ചയായും മുടക്കിയിരിക്കും. മുടക്കാതെ ഞാൻ എങ്ങടും രക്ഷപ്പെട്ടു പോകുന്നില്ല. നീ ഇനി എന്നെ നഷ്ടപ്പെടുത്തുകയുമില്ല, ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തുകയുമില്ല എന്ന് പറയുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹ നിശ്ചയവും വിവാഹവും ഞാൻ മുടക്കുമെന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നന്ദുവാണെങ്കിൽ അനിയെ കെട്ടിപ്പിടിച്ച് ചാരിയിരിക്കുന്നൊരു ദൃശ്യം കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നന്ദുവിനെയും അനിയെയും ബീച്ചിൽ വെച്ച് നമ്മുടെ നവീൻ കാണുന്നുണ്ട് എന്ന് കാണാം. ഏതാണ്ട് നവീൻ്റെ കഥാപാത്രത്തിൻ്റെ അവസാനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള കാര്യം നമ്മുടെ നവീൻ തിരിച്ചറിയുകയാണ്. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.